മാരേജ് ലൈഫ് വിധിച്ചിട്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. എന്നെ തന്നെ ഞാൻ പറഞ്ഞില്ല, എന്റെ ലൈഫിൽ ഞാൻ വിധി എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ അങ്ങനെ ഇത് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അത് ചിലപ്പോ നമുക്ക് എന്താ പറയാ, രണ്ടാം വിവാഹവും തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആൻമരിയ രംഗത്ത് വന്നിരുന്നു. വളരെ ആഗ്രഹിച്ച് ഒരു പെർഫെക്റ്റ് വൈഫായി തന്നെയാണ് താൻ ജീവിതത്തിൽ നിന്നതെന്നും അന്ന് ആൻമരിയ പറഞ്ഞിരുന്നു. നല്ല സുഹൃത്തുക്കളും തന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു മകളും അമ്മയും ഉള്ളത് കൊണ്ടാണ് താൻ ജീവനോടെ ഇരിക്കുന്നത് എന്നാണ് ആൻമരിയ പറഞ്ഞത്. സ്നേഹത്തിൽ വേറൊരു പ്രൊഫഷനിൽ നിന്നല്ലേ ഇപ്പം സീരിയലിലേക്ക് വന്നത്? അതെ. സീരിയലായിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ഒരു കണക്ഷൻസും ഇല്ല, ഒരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തില് നമ്മുടെ, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ നവീൻ അറക്കൽ എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരൻ എന്റെ നെയ്ബർ ആയിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം സീരിയലിൽ അഭിനയിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ ആ സമയത്ത് ബാബുച്ചേട്ടനെ അറിയായിരുന്നു, ഇടവേള ബാബുച്ചേട്ടൻ. അപ്പൊ ബാബുച്ചേട്ടനും എല്ലാരും കൂടെ നസീർ സാറിന്റെ സീരിയലില് ദത്തുപുത്രി, ആ സീരിയലിലാണ് ഞാൻ വരുന്നത്. അല്ല, അന്നേരം ഒരു സീരിയലിൽ അഭിനയിച്ച് നോക്കാം എന്നിട്ടങ്ങ് പോവാന്നൊക്കെ ഒരു മൈൻഡ് സെറ്റിലാണോ വന്നേ? അങ്ങനെ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് അഭിനയം എന്തെന്ന് പോലും അറിയത്തില്ലല്ലോ. ഇപ്പൊ എവിടെ എങ്ങോട്ട് നോക്കണം, എന്ത് ചെയ്യണം ഒന്നും അറിയത്തില്ല. ഞാൻ അവിടെ ചെന്ന ഉടനെ തന്നെ സാറിന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഒന്നും അറിയത്തില്ല, ഇതിനെക്കുറിച്ച് ഈ ഒരു ഫീൽഡിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലാതെയാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ സാറ് പറഞ്ഞു ഒരു 1-2 ദിവസം ഒന്ന് ലൊക്കേഷനിലൊക്കെ വന്ന് കണ്ടുപഠിച്ച്, പിന്നെ ആ സമയത്ത് സാർ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും. സാറിന്റെ ഒക്കെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഭിനയിച്ച് കാണിച്ചു തരും. അപ്പൊ നമ്മള് അതനുസരിച്ച് അങ്ങ് പോകുന്നു. ഇപ്പോഴും അഭിനയം പഠിച്ചോണ്ടിരിക്കും കേട്ടോ. ഇപ്പോഴും അഭിനയിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമൊക്കെ വരാറുണ്ട്. ചില ഇതില് അത് ചില നല്ല ഇമോഷൻസ് ഒക്കെ ഒരുപാടുള്ള സീൻസ് ഒക്കെ ആണെങ്കിൽ, ഇപ്പം നമുക്ക് രതീഷ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ, പുള്ളിക്കാരൻ ഇങ്ങനെ കാണിച്ചു തരും. അവിടെ നിന്ന് എങ്ങനെ ഇപ്പൊ ഒത്തിരി പേരൊക്കെ നിൽക്കുന്ന ഒരു സീനാണെങ്കിൽ നമുക്ക് അത് കാണിച്ചു തന്നിട്ട് തന്നെ അവർ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ ഇടയ്ക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായി, വയ്യാതായിരുന്നല്ലോ. അന്നേരം ആ സമയത്തൊക്കെ ഭയങ്കര നെഗറ്റീവ്, ഭയങ്കര കമന്റ്സ്, ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ഒരു സമയത്തൊക്കെ മടുപ്പ് തോന്നി, ഇനി ഞാനിത് എന്താ ചെയ്യണ്ടെന്നുള്ളൊരു അവസ്ഥ എത്തിയിരുന്നു? മടുപ്പ് തോന്നിയിട്ടുണ്ട്. മടുപ്പ് ഇപ്പം മനുഷ്യനല്ലേ നമ്മള്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പോയിന്റിൽ പെട്ടെന്ന് നമ്മളിങ്ങനെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞു, അത് സെപ്പറേറ്റഡ് ആയി. അപ്പൊ നമുക്ക് ജീവിതത്തില് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര എല്ലാവരോടും ഭയങ്കര പെട്ടെന്ന് മിങ്കിളാവും, 100% കൊടുക്കും. അപ്പൊ എനിക്കത് എന്തുകൊണ്ടാണ്, എനിക്കിപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ പലപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂടുതൽ സിൻസിയർ ആയിട്ടാണോ, ഓവർ കമ്മിറ്റ്മെന്റ് കാണിക്കുന്നതാണ്. അതുകൊണ്ടാണോ എനിക്ക് ഈ പ്രശ്നം വരുന്നതെന്നൊക്കെ നമുക്ക് അങ്ങനെ പല തോട്ട്സ് വരുമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ്, ഞാൻ പറഞ്ഞില്ലേ, മെന്റലി നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടുണ്ട്, പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ട്, ലൊക്കേഷനിൽ തലകറങ്ങി വീണിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു നാൾ വരെ എനിക്ക് ആ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഈ പാനിക് അറ്റാക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് BP എല്ലാം കൂടെ കുറയുമ്പോഴത്തേക്കും അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പം സീരിയലിലുള്ള നമ്മുടെ ഇപ്പൊ ചെയ്യുന്ന സീരിയലിലെ ആർട്ടിസ്റ്റുകളെല്ലാം അത് മനസ്സിലാക്കുന്നുണ്ട്, ഡയറക്ടർ മനസ്സിലാക്കുന്നുണ്ട്, ഫാമിലി മനസ്സിലാക്കുന്നുണ്ട്, ഇവിടെയുള്ള എന്റെ ഫ്ലാറ്റിലുള്ള ഫ്രണ്ട്സ് മനസ്സിലാക്കുന്നുണ്ട്. അവരൊക്കെ ഒരു സപ്പോർട്ടിന് നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചില പോയിന്റിൽ നമ്മൾ വിചാരിക്കും, എന്തിനാ ലൈഫ് എന്തിനാ ഇങ്ങനെ പോകുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്കാണ് ഹെൽത്ത് ഇഷ്യൂസ് വന്ന് സർജറിയും കാര്യങ്ങളും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, അങ്ങനെയും വരുമ്പോഴത്തേക്കും നമ്മൾ അറിയാലോ, ഫിസിക്കലിയും മെന്റലിയും നമ്മൾ ഓക്കെ അല്ലാണ്ടായി പോകുമ്പോൾ നമ്മൾ ഭയങ്കര ഡൗൺ ആയി പോകും. ചിലപ്പോൾ ഭയങ്കര സങ്കടം വരും. പിന്നെ എനിക്ക് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ആദ്യമൊക്കെ എല്ലാവരോടും ഓപ്പൺ ആയിട്ട് പറയുമായിരുന്നു, എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുമായിരുന്നു. ഇപ്പം ചെറിയൊരു സങ്കടമാണെങ്കിലും ഇപ്പം നമ്മൾ ഒരാളോട് പെട്ടെന്ന് പരിചയപ്പെട്ടു, ഞാൻ അവരങ്ങ് വിശ്വസിക്കും. ആ ഒരു ട്രസ്റ്റിൽ ഞാൻ പെട്ടെന്ന് പോയി അവരോട് ഭയങ്കരമായിട്ട് എല്ലാം ഷെയർ ചെയ്യും. പക്ഷെ ഞാൻ ഇപ്പം കുറെ കാര്യങ്ങൾ എനിക്കിങ്ങനെ ബാക്കിൽ നിന്ന് കുത്തുന്ന പരിപാടികൾ പലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് ഞാൻ അതൊക്കെ മാറ്റിവെച്ച് ഞാനിപ്പോ ആരുടെ അടുത്തും നമ്മളൊന്നും ഷെയർ ചെയ്യാണ്ടായി. വെച്ചാൽ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പുറകിൽ നിന്ന് പണി തന്നിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒരാളുടെ ഷോൾഡറിൽ പോയി നമ്മൾ തല ചായ്ക്കാൻ ശ്രമിക്കും. പക്ഷെ അവിടെ നിന്ന് തന്നെ നമ്മളെ നെഗറ്റീവ് ആക്കുന്നുണ്ട്, അവർ നെഗറ്റീവ് പറയുന്നുണ്ടെന്നുള്ളത് ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം ഇപ്പൊ ഞാൻ അതുകൊണ്ട് ആരോടും അങ്ങനെ പറയാറില്ല. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ, ഞാൻ എന്റെ ബെഡ്റൂമിൽ പോകുന്നു, ഇരിക്കുന്നു, കരയുന്നു. ചിലപ്പോ കരയും, ചിലപ്പോ കുറെ നേരം ചുമ്മാ ആലോചിച്ചിരിക്കും. അതൊക്കെ തന്നെ. ഇപ്പൊ അങ്ങനെ ആരോടും ഞാൻ ഒന്നും ഷെയർ ചെയ്യാറില്ല. ഈ ഡിപ്രഷനും അതിന്റെ കൂടി ഫിസിക്കലി വയ്യാതെ വരുന്ന ഭയങ്കര മോശം അവസ്ഥയാണ്. ഡിപ്രഷനൊക്കെ ഇപ്പം മാറിയെന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് മാറിയിട്ടുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഞാൻ തെറാപ്പി എടുക്കുന്നുണ്ട്, മെഡിസിൻ എടുക്കുന്നുണ്ട്. ഞാനിപ്പോ കൂടുതൽ ഹോമിയോ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നു.
പോകുന്നു. ഈ ഡിപ്രഷനിൽ ഇരുന്ന ആളുകൾ അവർ പിന്നീട് ഡിപ്രഷൻ ഓവർകം ചെയ്തതിന് ശേഷം അവർ പറയുന്ന ഒരു സംഭവമുണ്ട്. ഡിപ്രഷന്റെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു തിരിച്ചറിവുണ്ടാവും. നമുക്ക് വേറെ കുറെ ആംഗിളിൽ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അത് അത് പറഞ്ഞത് കറക്റ്റ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഹ്, നമുക്ക് നിത്യവും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പണി കിട്ടുന്നു, നമുക്ക് ഒരാളെ വിശ്വസിക്കുമ്പോൾ അവിടെ നിന്നും വിഷമങ്ങൾ വരുന്നു. എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ 100% ഞാൻ കൊടുക്കുന്ന മാത്രമല്ല, ഞാൻ ഭയങ്കര ഡൗൺ ടു എർത്ത് മീൻസ് ഒരു റിലേഷൻഷിപ്പ്, അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും, ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഉം. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും പോവാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. അത് വിട്ടുകളയാതിരിക്കാൻ ആ ശ്രമിക്കും. വിട്ടുകളയാതിരിക്കാൻ ഞാൻ ഒത്തിരി അങ്ങോട്ട് അതിനുവേണ്ടി ഞാൻ എഫേർട്ട് എടുക്കും. പക്ഷെ അവിടെ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, ഞാൻ എഫേർട്ട് എടുത്തിട്ടും എന്താണ് കാര്യം എന്ന് ചിന്തിച്ച് തോന്നുന്ന ഒരു പോയിന്റിൽ ഞാൻ പെട്ടെന്ന് ചേഞ്ച് ആവും. ബാക്ക് അടിക്കും മൊത്തത്തിൽ. പിന്നെ ഞാൻ അവരുമായിട്ട് ഒത്തുപോകാനോ അല്ലെങ്കിൽ അവരോട് എനിക്ക് അന്നും പറഞ്ഞോണ്ട് പിണക്കോ ദേഷ്യമോ ഒന്നും അല്ല. പിന്നെ നമുക്കിനി ഞാൻ അത് അവരുമായിട്ട് അങ്ങനെ ഒരു ഇതിന് പോകത്തില്ല. ഓക്കെ. അങ്ങനെ ഒരു എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ കൂടെ ഉണ്ട്. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ അങ്ങേയറ്റം ക്ഷമിക്കുകയും സഹിക്കുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്യും. പക്ഷെ ആ വ്യക്തികളിൽ നിന്ന് എനിക്കൊരു പ്രശ്നം വന്നാ പിന്നെ പിന്നെ ആ ഭാഗത്തേക്കില്ല. പിന്നെ ഭാഗത്തേക്ക് ഉണ്ടാവില്ല. ഓക്കെ. ഇപ്പൊ 2 സെപ്പറേഷൻ കഴിഞ്ഞു. അത്ര നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോ സ്വാഭാവികമായും നമ്മുടെ ഒരു നാട്ടിലെ ഒരു നടപ്പ് വെച്ചിട്ട് കുറ്റം വരുന്നത് പെണ്ണിനാണ്. ആൾക്ക് തന്നെയായിരിക്കും, പെണ്ണിന് അതെ തന്നെയായിരിക്കും. അതെ. അപ്പോ ശരിയുണ്ടെങ്കിൽ പോലും ഇപ്പം ഒരുപാട് പേര് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റും നിന്ന് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ അറിയാത്തവരെല്ലാം ഇങ്ങനെ കുറ്റം പറഞ്ഞു വരുന്ന ഒരു പോയിന്റിൽ നമുക്ക് തോന്നത്തില്ലേ, ഞാൻ തന്നെയാണോ ശരിക്കും കുറ്റക്കാരി എന്ന്? നമ്മൾ പോലും ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് വരുമല്ലോ. എനിക്ക് ആദ്യമൊക്കെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്താണ് ഇത്, എന്തുകൊണ്ടാണ്, ഇനിയിപ്പോ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ അതുമായിട്ടൊന്ന് ആലോചിച്ച് പിടിച്ച് വന്നു കഴിഞ്ഞ സമയത്ത് എനിക്ക് അങ്ങനെ ശരിയാണ്, നമുക്ക് ഉണ്ടാവും നമ്മുടെ പോരായ്മകൾ, എന്താണെങ്കിലും അതുണ്ട്. ഉണ്ട്, നമുക്ക് പോരായ്മകളുണ്ട്. പക്ഷേ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ പക്ഷെ മാത്രം. ഞാനത് പറഞ്ഞേ, എന്നെ അങ്ങനെ എനിക്കങ്ങനെ സോഷ്യൽ മീഡിയ എന്നാണെങ്കിലും എന്നോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല. അവർക്കറിയാം ഞാൻ എത്രത്തോളം എങ്ങനെയൊക്കെ. ഇപ്പൊ ഇവിടെ തന്നെയാണെങ്കിലും ഫ്ലാറ്റിലാണെങ്കിലും എല്ലാരും ഭയങ്കര സപ്പോർട്ടാ. നമുക്കൊരു വിഷമം വന്നാൽ അവർ ഓടി വരും. അല്ലെങ്കിൽ നമ്മളെ താഴെ ഒരു 2 ദിവസം കണ്ടില്ലെങ്കിൽ 3 ദിവസം കണ്ടില്ലെങ്കിൽ ഓടി വന്നിട്ട് ചോദിക്കും എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പൊ അവർക്കത് അറിയാം. പക്ഷെ ഈ സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പലയിടത്തും പല ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പർപ്പസ്ഫുള്ളി കുറെ ഫേക്ക് Target ഐഡീസ് ചെയ്ത് വരുന്ന ഉണ്ടാക്കിയിട്ട് നമ്മളെ അങ്ങനെ, അതിപ്പോ എനിക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം എന്റെ പാർട്ട്നേഴ്സ് ആയിട്ടിരിക്കുന്നവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇനി ഇതിന്റെ ഇടയിൽ നമ്മുടെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് നമ്മുടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ കുറെ പേരുണ്ടായിരുന്നല്ലോ, അവരാണോ എന്താണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങള് ഇപ്പൊ എന്റെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞ സമയത്താണെങ്കിലും ഞങ്ങളുടെ ഇടയിൽ കുറച്ച് കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇനി അവർക്ക് ശരിക്കും ഞങ്ങൾ നല്ല രീതിയിൽ പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങൾ അറിഞ്ഞപ്പോ ഇനി അവരാണോ ഇതൊക്കെ ഇതിങ്ങനെ കമന്റ് ഇടുന്നത്, പിന്നെ 1-2 എണ്ണം ആരാന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പൊക്കിയിട്ടുണ്ട്. അത് പൊക്കിയിട്ടുണ്ട്. അതിപ്പോ ഞാനിപ്പോ പറയുന്നില്ല. അതൊക്കെ റിയാക്ട് ചെയ്തൊന്നുമില്ല, അവരോട് ചോദിക്കുകയൊന്നും ചെയ്തില്ല. എന്തിന് അവരങ്ങനെ പറഞ്ഞോണ്ടിരുന്നോട്ടെ, എനിക്കത് പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാത്തിനും ഓവർകം. ആദ്യമൊക്കെ എനിക്കിങ്ങനെ പറയുമ്പോ വിഷമം ഉണ്ടായിരുന്നു. എന്തിനാണ് ഇവരിങ്ങനെ പർപ്പസ്ഫുള്ളി ഇടുന്ന പോലെ, നമുക്ക് തന്നെ ഓരോ കമന്റ്സ് വരുമ്പോ അറിയാലോ. എന്നെ മാത്രമല്ല, എന്റെ വീട്ടിലിരിക്കുന്നവരൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ. എന്റെ എന്താ പറയാ, അമ്മനെ പിടിച്ചിടുന്നു, അപ്പനെ പിടിച്ചിടുന്നു, ആർക്കും ഒന്നും അറിയത്തില്ല. അപ്പം ഈ അറിയാവുന്ന ആൾക്കാരാണ് നമുക്ക് അങ്ങനെ ഇടുന്നതെന്നുള്ളത് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, പിന്നെ എന്റെ കൂടെയുള്ള എന്റെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും പറയുന്നത്, നിനക്കൊന്നും പറ്റുന്നില്ല, നിന്റെ ശരീരത്തെ ഏൽക്കുന്നുമില്ല, പിന്നെ നീ തളർന്നു പോയിട്ടില്ല എന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്, കയറി വരുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നിന്നെ തളർത്താനായിരിക്കും. ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുമുണ്ട്.